നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവിനെ തൻ്റെ ശിഷ്യന്മാരുടെ മേലും അതിനുവേണ്ടി കാത്തിരുന്നവരുടെ മേലും അയച്ച് അവരെ ശക്തിപ്പെടുത്തി അതിവേഗം ആ 12 പേരുടെ സമൂഹം 500ഉം 3000ഉം അങ്ങനെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് ഈ ആഴ്ചകളിലൊക്കെയും നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവർ ആൾ മാറിയവരെ പോലെ പരിശുദ്ധ സ്ലീഹന്മാർ പ്രവർത്തിക്കുവാൻ ഇടയായി. സ്ത്രീയുടെ മുമ്പിൽ പോലും ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ ഏറ്റവും പ്രായമുള്ള പത്രോസ് പോലും 3000 പേരുടെ മുമ്പാകെ ധീരതയോടെ നിന്നുകൊണ്ട് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ ഇതല്ലാതെ വേറെ ഒരു നാമവും ഇല്ല എന്ന് പറയുവാൻ ധൈര്യമുള്ളവരായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭയുടെ ആരംഭം കുറിച്ച് അതിനെ അതിവേഗം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആത്മാവ് സഭയിലേക്ക് ഇറങ്ങി, സഭ ലോകത്തിലേക്ക് പോയി, ജാതികൾ ലോകത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ ശരീരമായ സഭ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ വളർച്ചയിൽ എല്ലാവരും സന്തോഷിച്ചു. ആദ്യം അവർ എല്ലാം വിറ്റ് പൊതുവായിട്ട് കരുതാനൊക്കെ ശ്രമിച്ചെങ്കിലും അതത്ര വിജയിച്ചില്ല. കാരണം അതുപോലെ സഭയുടെ വളർച്ച വളരെ ഭംഗിയായി പോകുന്നു. അതേപോലെ തന്നെ ശക്തമായ പീഡനങ്ങൾ അനുഭവിച്ചു. ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ രക്തരൂഷിതമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സഭ മുന്നോട്ട് പോയത്. അനേകം ആളുകൾ അവരുടെ ജീവനെ വെച്ചു കൊടുക്കുവാൻ ധൈര്യം കാണിച്ചു. ആ ധൈര്യമാണ് അനേകം ആളുകളെ ഈ മാർഗത്തിലേക്ക് തിരിക്കുവാൻ അവർക്ക് ധൈര്യം നൽകിയത്. ഇരുൾപിടി കൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം. എന്നാൽ 3-ാം നൂറ്റാണ്ടിന് ശേഷം സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. റോമാ സാമ്രാജ്യത്തിൽ സഭയ്ക്ക് അല്ലെങ്കിൽ ഒരു റിലിജിയന് പ്രവർത്തിക്കണമെങ്കിൽ ചക്രവർത്തിയുടെ അനുവാദം വേണം. നേരത്തെ റിജിയോ ഇല്ലിസിറ്റ, ഇല്ലീഗൽ റിലിജിയനായിരുന്നത് റിലിജിയോ ലിസിറ്റ, അനുവാദമുള്ള ഒരു സഭയായി, ഒരു സമൂഹമായി തീർന്നു കഴിഞ്ഞപ്പോൾ വലിയ വലിയ പള്ളികൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. രാജകീയമായ ഒരുപാട് അധികാരങ്ങളും ചിഹ്നങ്ങളും നടപടികളും സഭയിലേക്ക് പ്രവേശിച്ചു. സഭയുടെ ആത്മാവിന് അതുമൂലം ഒരുപാട് ശോഷണമുണ്ടായി. അത് മിഡിൽ ഏജസിലായാലും അതിന് ശേഷവുമായാലും ഇടയ്ക്കിടയ്ക്ക് റിവൈവൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുതുക്കം സംഭവിക്കുന്നെങ്കിലും എപ്പോഴും മാലിന്യങ്ങൾ അടുത്തു വരുവാൻ, കടന്നു പിടിക്കുവാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നുള്ളത് ഓർക്കണം. ഇവിടെ സഭയുടെ ശുദ്ധീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും സജീവമായ ഒരു അടയാളമാണ് പെന്തക്കോസ്തിയിൽ. ദീർഘമായ ശുശ്രൂഷയാണ്. അതിൽ വായിക്കുന്നതും പാടുന്നതും ഒക്കെ എത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു എന്ന് നമുക്കറിയാൻ പാടില്ല. എങ്കിലും പരിശുദ്ധ തൃത്വത്തിൻ്റെ വലിയ ഒരു നിദർശനം സഭയെ തൻ്റെ ശരീരമാക്കി തീർത്ത്, മണവാട്ടിയാക്കി തീർത്ത്, സ്വന്തമാക്കി തീർത്ത് ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് അതിനെ രക്ഷിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അനേകം ആളുകൾ സഭയിലേക്ക് ചേരുന്നത് മറ്റ് നേട്ടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഇന്ന് സഭ നിലനിൽക്കുന്നത് അത് അതിൻ്റെ ഒരു ചെറിയ പ്രൊപ്പോർഷനാണ്. പെറ്റുപെരുകുന്നതല്ലാതെ സുവിശേഷം അറിയിക്കുകയോ മറ്റുള്ളവരിലേക്ക് സുവിശേഷം എത്തിക്കുകയോ ചെയ്യുന്നതിന് പലപ്പോഴും നമ്മൾ വിമുഖരാണ്. അതിൻ്റേതായ ദോഷവും നമുക്കുണ്ട്. ഭിന്നതയും തർക്കവും എപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് സഭയുടെ സജീവത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആത്മപ്രചോദിതരായി ഒരു സമൂഹമായി വളരുക എന്നുള്ളതാണ്. ഈ ഇടവകയുടെയും 70 വർഷം പൂർത്തിയായതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങൾ. 70 വർഷത്തിന് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ ദൂരെ വരെ നടന്ന് പോകുവാനായി പ്രയാസമുള്ളതുകൊണ്ട് ഈ സ്ഥലത്തുള്ള ആളുകൾ ഒന്നിച്ചുകൂടി
ഒരാരാധന ആരംഭിക്കുവാൻ എളിയ തോതിൽ ആരംഭിച്ചതാണ്. 70 വർഷം കഴിയുമ്പോൾ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ കൊണ്ടും അംഗങ്ങൾ കൊണ്ടും അനുഗ്രഹീതമായ ഒരു വലിയ ഇടവകയായി അത് രൂപപ്പെടുകയാണ്. എന്നാൽ ഈ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ ആദിമസഭ അന്വേഷിച്ചതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിലാണോ ഈ ആഘോഷങ്ങളൊക്കെ ക്രമീകരിക്കുന്നതെന്ന് എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മൾ ലോകത്തിലാണ്. ലോകത്തിൻ്റെ എപ്പോഴും അതിൻ്റെ അലയടികൾ സഭയിലുണ്ടാകും, നേതാക്കന്മാരിലുണ്ടാകും, പട്ടക്കാരിലും മേൽപ്പട്ടക്കാരിലും ഉണ്ടാകും, ദൈവജനത്തിലും ഉണ്ടാകും. അപ്പോഴാ സൂക്ഷ്മത നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കും. സഭയുടെ വിശേഷണങ്ങളായി നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്: കാതോലികം, അപ്പോസ്തോലികം, ഏകം, വിശുദ്ധം. ഈ 4 വിശേഷണങ്ങളാണ് സഭയെ സഭയാക്കി തീർക്കുന്നത്. അത് കാതോലികമാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാ കാലത്തും എല്ലാ ദേശത്തും പ്രസക്തമായി തീരണം എന്നുള്ളതാണ്. എല്ലാവർക്കും അത് അനുഭവവേദ്യമാകണം. അല്ലാതെ ഇവിടെയുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമുള്ള ഒന്നല്ല സഭ. സഭ കാതോലികമാണ് എന്ന് പറയുന്നത് ഇന്നറിയപ്പെടുന്ന ലോകത്തെല്ലാം പള്ളിയുണ്ട് എന്നുള്ളത് കൊണ്ടല്ല. ഓരോ ആരാധന സമൂഹവും അത് കാതോലികമാണ്. അതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതാകണം. അവിടെ പരിമിതികളൊന്നും പാടില്ല, വേർകൃത്യങ്ങൾ പാടില്ല. എല്ലാവരും ഒന്നിച്ച് ആത്മാവിൻ്റെ ബലത്തിൽ ആരാധന നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് കാതോലികം എന്ന വാക്ക് നാം സഭയ്ക്ക് ഉപയോഗിക്കുമ്പോൾ കേവലം നമ്മൾ മാത്രം ചേർന്നൊരു സമൂഹമല്ല, അതെല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ്. പണക്കാരെയും പാവപ്പെട്ടവരെയും പലതരത്തിലുള്ള ആളുകൾ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കെല്ലാം അത് പ്രസക്തമായി അനുഭവപ്പെടണം. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കാലം അതിവേഗം അതിൻ്റെ രൂപങ്ങളും ഭാവങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാധനാ രീതിയിലും നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലുമൊക്കെ പണ്ട് ദേവാലയങ്ങളിൽ മൈക്കില്ലായിരുന്നു. മൈക്ക് ആരംഭിച്ചപ്പോൾ ഒരു അത്ഭുത വസ്തുവായിട്ടാണ് ആളുകൾ കരുതിയിരുന്നത്. ഈ ശബ്ദം ശേഖരിച്ചു വെക്കാം എന്ന് നമുക്ക് ആർക്കും അന്ന് പിടിയില്ലായിരുന്നു. അന്നത്തെ കാസറ്റ്, ഇങ്ങനെ കറങ്ങുന്ന കാസറ്റ്, ഇപ്പോഴാരുടെയും കയ്യിൽ അതുണ്ടോ, ഇപ്പോഴത്തെ പിള്ളേർക്ക് അതറിയാമോ എന്നറിയാൻ പാടില്ല. ടേപ്പ് റെക്കോർഡിൽ ഇടുമ്പോൾ ആ കറുത്തിരിക്കുന്ന ആ റിബൺ പോലെയുള്ളത് തിരിഞ്ഞ് അതിലൂടെ ശബ്ദങ്ങൾ കേൾക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ വലിയ കൺവെൻഷനൊക്കെ വരുമ്പോൾ വട്ടത്തിലുള്ള ആ പ്ലേറ്റ്, അതിലൂടെ ഒരു നീഡിൽ കടന്ന് കറങ്ങുമ്പോൾ അതിൽ നിന്ന് ശബ്ദങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ശബ്ദം സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും എന്ന് കണ്ടുപിടിച്ച ആദ്യ കണ്ടുപിടുത്തങ്ങളാണ്. എന്നാൽ ഇന്ന് അതെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ കൂടെ തന്നെ ശബ്ദം അയക്കുകയാണ്. അതെത്ര ദൂരം യാത്ര ചെയ്താണ് വേറെ ഒരു സ്ഥലത്ത് നമ്മുടെ ശബ്ദത്തിൻ്റെ ഒരു ഫീച്ചേഴ്സും നഷ്ടപ്പെടാതെ അവിടെ എത്തിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നു. അതിന് പ്രത്യേകമായൊരു മീഡിയോ, ഒരു ടേപ്പോ ഒന്നും ആവശ്യമില്ല. നമ്മളങ്ങോട്ട് പറഞ്ഞാൽ മതി, അതുടനെ തന്നെ കാനഡയിലും ജപ്പാനിലും ഒക്കെ ഇരിക്കുന്നവർക്ക് കേൾക്കുവാനും സൂക്ഷിക്കുവാനും സാധിക്കും. അപ്പോൾ കാലം ഒരുപാട് മാറുന്നുണ്ട്. നമ്മുടെ വസ്ത്രധാരണത്തിലും ഭക്ഷണ രീതിയിലും നമ്മുടെ കാര്യങ്ങളിലൊക്കെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നിലത്ത് എഴുതുന്ന, മണ്ണിൽ എഴുതുന്ന, സ്ലേറ്റിൽ എഴുതുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. ഇപ്പോഴ് സ്ലേറ്റും ഓലയും ഒന്നുമില്ല. അപ്പോൾ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ സങ്കേതങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ആ ഗുണം കണ്ടെത്തി അത് ഭംഗിയായി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ പ്രസക്തരായി തീരുന്നത്. അത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ നമ്മൾ അപ്രസക്തരായി തീരും. നമ്മുടെ സഭയും പ്രസക്തമായി തീരുന്ന യുവജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, വേദനയിലിരിക്കുന്നവർക്ക് അത് പ്രസക്തമായി തീരുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായി തീരണം. കഴിഞ്ഞ ദിവസം ഒരു ശവസംസ്കാരത്തിൽ പങ്കെടുത്തു. ഒരു മകൻ മാത്രമേ ഉള്ളൂ. അവനെ പഠിപ്പിച്ച് നല്ല ജോലിയായി. കൊടുന്നനവേ അവൻ മരിച്ചു എന്നുള്ള വാർത്ത ആ മാതാപിതാക്കളെ എത്രമാത്രം ദുഃഖിപ്പിക്കുമെന്നുള്ളതറിയാം.
സഭയിൽ വേദന അനുഭവിക്കുന്നവരുണ്ട്, രോഗമത്തിൽ അനുഭവിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം പ്രസക്തമാകുമ്പോൾ മാത്രമേ ആരാധന ഹൃദ്യമായി തീരുകയുള്ളൂ. അതിൻ്റെ ആഘോഷ തിമിർപ്പിൽ ഇതുപോലെയുള്ള വേദനകളെയും പ്രയാസങ്ങളെയും ബലഹീനതകളെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോൾ സഭ കാതോലികമാവും, എല്ലാവരുടേതുമാണ് എന്നുള്ളൊരു ചിന്ത നിലനിർത്തുവാൻ സാധിക്കും. അപ്പോസ്തോലികമാണ് എന്ന് പറയുന്നത് അപ്പോസ്തോലിക വിശ്വാസം. നമ്മൾ ഒരു ദിവസം കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലാറുണ്ട്. ആരാധനയിൽ, ഏതാരാധനയിലും വിശ്വാസ പ്രമാണം ചൊല്ലും. കാരണം അപ്പോസ്തലന്മാർ പഠിപ്പിച്ച വിശ്വാസം തെറ്റുകൂടാതെ സൂക്ഷിക്കണം. അത് ആ വിശ്വാസത്തിൻ്റെ സംരക്ഷകരായിട്ടാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. പണ്ട് ഒരു പള്ളിയിലെ ഒരച്ഛൻ പ്രസംഗിക്കുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ, മറ്റെന്താ നടക്കുന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇന്ന് വിശാലമായ സ്ക്രീനിൽ ഇവിടുത്തെ കേട്ട് കഴിഞ്ഞാൽ ഉടനെ മണർകാട്ടേക്ക് കേൾക്കും, അത് കഴിഞ്ഞ് പുതുപ്പള്ളിയിലേക്ക് കേൾക്കും, അത് കഴിഞ്ഞ് പരിമലയിലേക്ക് കേൾക്കും. ഇങ്ങനെ അതിവിശാലമായ സാധ്യതകൾ നിറഞ്ഞിരിക്കുകയാണ്. ആരാധനയുടെ കാര്യത്തിലായാലും ചിന്താധാരകളുടെ കാര്യത്തിലായാലും അതുപോലെയുള്ള ഒരുപാട് സ്വാധീനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ പെരുന്നാളുകളൊക്കെ നോക്കിയാൽ അറിയാം, ചുറ്റുപാടും കാണുന്ന പലതും അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് സംക്രമിച്ച് അത് സൂക്ഷിക്കുവാനായി വ്യഗ്രതപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ശബ്ദത്തിൻ്റേതായാലും അലങ്കാരത്തിൻ്റേതായാലും അതിൻ്റെ ക്രമീകരണങ്ങളുടേതായാലും എല്ലാം ഒരുപാട് സ്വാധീനങ്ങൾ സഭയിലേക്ക് വരും. അതിപ്പോൾ മാത്രമല്ല, ആദിമകാലത്തും ഉണ്ടായിരുന്നു. ആദിമകാലത്ത് ജ്ഞാനവാദം എന്ന് പറയുന്നത് ദൈവം ജ്ഞാനമാണ്, ജ്ഞാനത്തിലൂടെ മാത്രമേ ദൈവത്തെ അറിയുവാൻ സാധിക്കുകയുള്ളൂ എന്ന്, അങ്ങനെയുള്ള ഒരുപാട് വേദവിപരീതങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ശുദ്ധീകരിച്ച് സഭയുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ സാധിക്കണം. അത് അപ്പോസ്തോലിക വിശ്വാസത്തിൽ വേദപുസ്തകം വായനയിലൂടെ ഈ വായിച്ചു കേട്ടത് ദൈവഹിതപ്രകാരമാണോ എന്ന് ദിനംപ്രതി അന്വേഷിക്കുന്ന ഒരു സമൂഹം. ഇവിടുന്ന് വായിച്ച പഴമയും സ്ലീഹാവായനയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഇവിടെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരങ്ങൾ തിട്ടമില്ല. അക്ഷരങ്ങൾ ശബ്ദങ്ങളുണ്ടാക്കുന്നത് ഏത് വിധത്തിലാണെന്നുള്ള അറിവില്ല. ഭാഷ പഠിക്കുന്നതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. കണക്ക് സാറാണ് മലയാളവും പഠിപ്പിക്കുന്നത്. ഭാഷയുടെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ വായിക്കുമ്പോൾ, വലിയൊരു കമ്മ്യൂണിറ്റിയിൽ വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലല്ലോ എന്ന് മനസ്സിൽ തോന്നും. അതൊക്കെ തിരുത്താൻ പോയി കഴിഞ്ഞാൽ ആ അന്തരീക്ഷമെല്ലാം മോശമാകും. പക്ഷേ വായനകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ദിനംപ്രതി ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുവാനുള്ള വേദപുസ്തക പഠനം ഓരോരുത്തരും ശാന്തമായിട്ട് ചിന്തിക്കുക. നമ്മൾ വൈകിട്ട് ഒരു പേരിന് വായിക്കുന്നതല്ലാതെ വേദപുസ്തകം പഠിക്കുവാൻ രാവിലെ എണ്ണീച്ച് ഒരു 10 മിനിറ്റ് വേദപഠനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകൾ ആരാധനയുടെ മാധുര്യത്തിൽ അങ്ങനെ മതിമറന്ന് ആരാധനയിൽ ഇതെല്ലാം ഉണ്ട് എന്ന് പറയുമെങ്കിലും വേദപുസ്തകം പഠിക്കുവാനായിട്ട് കഴിയണം. അപ്പോസ്തോലിക വിശ്വാസം, അവരുടെ പാരമ്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വേദപുസ്തക പഠനം ആവശ്യമാണ്. ഇന്ന് സമ്മാനം കൊടുക്കാൻ വേദപുസ്തകം ഉപയോഗിക്കുന്നെങ്കിലും ആ കൊടുത്ത സമ്മാനം മരിക്കുന്നത് വരെ ഒരു കേടും കൂടാതെ സൂക്ഷിക്കുന്ന ഒരു തലമുറയാണ്. ഇപ്പോൾ മൊബൈലിലേക്ക് മാറിക്കൊണ്ട് വേദപുസ്തകം ഉപയോഗിക്കേണ്ട, വേദപുസ്തകം എല്ലാം കയ്യിലുണ്ട് എന്നൊരു ധാരണയുണ്ടെങ്കിലും വേദപുസ്തക പഠനം എങ്ങനെയോ നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് സഭ അപ്പോസ്തോലികമാണ് എന്ന് പറയുമ്പോൾ ആ വചനങ്ങൾ വായിച്ച് ധ്യാനിക്കുവാനുള്ള അവസരമുണ്ടാകും. ആ വചനത്തിനനുസരിച്ചുള്ള ജീവിതം ക്രമീകരിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ വിശേഷണമാണ് സഭ ഏകമാണ്, വൺ ബോഡി. ഇന്ന് പള്ളികളിലൊക്കെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് യുദ്ധം ചെയ്യുന്നതാണ്. ഓരോ ഗ്രൂപ്പും ഇലക്ഷൻ വരുമ്പോൾ അവരുടേതായ രീതിയിലേക്ക് പോവുകയാണ്. സഭ വിഭജിതമാവുകയാണ്. പൊതുവായും ഇടവക തലത്തിൽ അത് ഏകത്വം ഉണ്ടാകണം. സഭയുടെ ഒരു ഫാമിലിയായി ഡെവലപ്പ് ചെയ്യുവാൻ,
ആളുകൾ തമ്മിൽ ഒരു കുടുംബമായി തീരുന്ന ഇടവകയാണ്, ഇടയൻ്റെ വകയായി തീരുകയാണ്. അവരൊന്നിച്ചു കൂടണം. ഇപ്പോൾ ഒരുപാട് സംഘടനകളുണ്ട്. പ്രായമുള്ളവർക്കൊരു സംഘടന, അതിൽ താഴെയുള്ളവർക്ക് വേറെ ഒരു സംഘടന, അതിലും താഴെയുള്ളവർക്ക് വേറെ സംഘടന, ഇങ്ങനെ സ്പെഷ്യാലിറ്റികൾ ഒരുപാടായപ്പോൾ ഇടവകയെ ഒന്നിച്ച് സന്തോഷിക്കുവാൻ, ഇടവകയെ ഒന്നിച്ച് ഒരാളുടെ വേദന മറ്റൊരാളുടെ വേദനയായി തീരുന്ന, ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ സന്തോഷമായി തീരുന്ന പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോകുന്നത് ആരൊക്കെയാണ് എന്ന് വായനയിലാണ് നിശ്ചയിക്കുന്നത്. പന്തലിടാൻ ആരൊക്കെയാണ് പോകേണ്ടതെന്ന് വായനയിലാണ് നിശ്ചയിക്കുന്നത്. ഒരു കുടുംബമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തെങ്കിൽ ഇന്ന് ഐസൊലേറ്റ് ചെയ്യപ്പെട്ട കുടുംബമായി, ഇടവകയായി, വ്യക്തിയായി, ഒറ്റയ്ക്ക് ഇഷ്ടം പോലെ ജീവിക്കുന്ന ഒരു രീതിയാണ്. നമ്മളെല്ലാവരും കൂടെ കൂടുന്നുണ്ട്, ഒന്നിച്ച് ആമീൻ പറയുന്നുണ്ടെങ്കിലും അതൊരു ബോഡിയായി, ഒരു ശരീരമായി പരസ്പരം ബന്ധമുള്ളവരായി തീരുന്നില്ല എന്നുള്ളത് ആധുനിക സഭയുടെ വലിയ ഒരു അപജയമാണ്. അങ്ങനെയുള്ള ഒന്നായി തീരുന്ന അനുഭവം ഈ ആഘോഷങ്ങളൊക്കെ മീറ്റിങ്ങുകളും മറ്റെല്ലാം സംഘടിപ്പിക്കുമ്പോൾ ഇടവക ആവാലം വൃദ്ധജനങ്ങൾ, ബാലന്മാരും വൃദ്ധന്മാരും, നമുക്കറിയാം ഇപ്പോഴീ മുൻവശത്തോട്ട് നോക്കിയാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനുള്ള സ്ഥലം ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ഒരു വലിയ സൂചനയാണ്. നമ്മുടെ തലമുറ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. പ്രായമുള്ളവർ എത്ര നിന്നാലും ശ്രദ്ധിച്ചാൽ അറിയാം, ബലഹീനമായിക്കൊണ്ടിരിക്കുകയാണ്, ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ നമ്മൾ വായിക്കണം. ഒന്നിച്ച് ചേർന്ന് ആരാധന നടത്തുവാനുള്ള അവസരമുണ്ടാകണം. അതുകൊണ്ട് സഭ ഏകമാകുമ്പോൾ ഏക മനസ്സായിരിക്കണം. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യം അധ്യായത്തിൽ പറയുന്നത്. അവരെല്ലാം വിശ്വസിച്ചവരെല്ലാം ഏക മനസ്സോടുകൂടി ഒന്നിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എഴുതി വെച്ചതൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട്. എന്നാൽ ഒരു വീട്ടിൽ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ, ഐക്യപ്പെടുവാൻ, ഒന്നായി തീരുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ ആഘോഷങ്ങളുടെ വലിയ അവസരം പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിക്കുന്നതും ഇന്ന് നമുക്ക് അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും, അതിനോടൊപ്പം തന്നെ ഒരു ശരീരമായി, ഒരു ഹൃദയമായി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. കാതോലികം, അപ്പോസ്തോലികം, ഏകം, വിശുദ്ധം. അത് അവസാനം പറയുന്നുണ്ട്. അത് ചെറുതായ കാര്യമല്ല, സഭ വിശുദ്ധമാണ്. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലൊക്കെ കോരിന്തിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, ഓരോ വ്യക്തിയും വിശുദ്ധരാണ്. മാമോദീസായിലൂടെ പരിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്ത് നമ്മെ ദേവാലയം പോലെ വിശുദ്ധിയുള്ളവരാക്കി തീർക്കുകയാണ്. നമ്മുടെ കല്യാണ ആഘോഷങ്ങൾ, നമ്മുടെ വിനോദവേളകൾ, നമ്മുടെ ഏകാന്ത അവസരങ്ങൾ ആ വിശുദ്ധിക്ക് എത്രമാത്രം അനുയോജ്യമാണ് എന്ന് ഓരോരുത്തരും ശാന്തമായിട്ട് ചിന്തിക്കണം. ദൈവസന്നിധിയിൽ വിശുദ്ധമായി നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രത്യേകം വിളിക്കപ്പെട്ടവരുടെ ഒരു സമൂഹമാണ്. ആദിമസഭയിൽ എല്ലാവരും വിശുദ്ധന്മാരെന്നാണ് വിളിച്ചത്. ഇപ്പോൾ ചിലരെയൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല. കോരിന്തിലെ വിശുദ്ധന്മാർ, എഫെസോസിലെ വിശുദ്ധന്മാർ, അഖിലായുടെയും പ്രിസ്കില്ലായുടെയും ഭവനത്തിലുള്ളവർ, അങ്ങനെ ആദിമസഭ എല്ലാവരും വിശുദ്ധരെന്ന് സംബോധന ചെയ്തിരുന്നതിൻ്റെ കാരണം അവരിൽ മാലിന്യങ്ങളില്ലായിരുന്നു. തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് അവരൊന്നിച്ചു ചേരുകയാണ്. അതുകൊണ്ട് 70 വർഷത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോൾ ഹൗ ഫാർ വി ആർ ഹോളി ടു റെപ്രസെൻറ്റ് ദ ലിവിങ് ഗോഡ്, ദൈവം, ജീവനുള്ള ദൈവത്തെ പ്രതിദാനം ചെയ്യുവാൻ തക്കവണ്ണം എത്രമാത്രം വിശുദ്ധി നമ്മളിൽ വസിക്കുന്നു. മോശ ഇസ്രായേൽ ജനത്തെ പാളയത്തിൽ കൊണ്ടുവരുമ്പോൾ പാളയത്തിനുള്ളിൽ അശുദ്ധി പ്രവേശിക്കാതിരിക്കുവാൻ പലപ്പോഴും അവരെ ശാസിക്കുന്നുണ്ട്. പാളയത്തിൽ എപ്പോഴും വിശുദ്ധമായിരിക്കണം. യഹോവയുടെ ന്യായപീഠകം, പെട്ടകം അതിൻ്റെ മധ്യത്തിലുണ്ട്. ആ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധന്മാരുടെ സംഘമാണ് ഇത്. പ്രത്യേകം ഓർക്കുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിൽ, ധനസമ്പാദന വേളകളിൽ, ധനവിനിയോഗ വേളകളിൽ, വിനോദവേളകളിൽ, ആഘോഷവേളകളിൽ ഈ വിശുദ്ധിയുടെ അളവ് എത്രമാത്രമുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഭ വിശുദ്ധമാകണം.
വിശുദ്ധമായാൽ മാത്രമേ അതിന് ജീവനുണ്ടാകുകയുള്ളൂ. അത് കാലികമായി പ്രസക്തമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഈ ആഘോഷങ്ങളിൽ നമ്മൾ ബാഹ്യമായ ഒരുപാട് ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും സഭയുടെ ഈ വിശേഷണത്തിന് അനുയോജ്യമായി ഈ ഇടവക അത് കാതോലികമായി ഇവിടെ കൂടുന്ന എല്ലാവർക്കും ഈ ആരാധന പ്രസക്തമായി തീരണം. ഒരുപാട് പേർ ആരാധനയിൽ വരാതിരിക്കുന്നുണ്ട്, അവരെ സംബന്ധിച്ച് അത് പ്രസക്തമല്ല. അതുപോലെ മാലിന്യങ്ങളെല്ലാം മാറി അപ്പോസ്തോലിക വിശ്വാസവുമായി അടിസ്ഥാനപ്പെട്ടതായിരിക്കും. മാത്രമല്ല ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അതിനേക്കാൾ ഉപരിയായി ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ബഹുസ്ഫുരണമാണ് സഭയുടെ വിശുദ്ധി. അതൊരു വ്യക്തിക്ക് മാത്രം കിട്ടുന്നതല്ല. നമുക്കറിയാം, നിങ്ങളെല്ലാവരും പരുമല പോകുന്നവരാണ്. നവംബർ മാസത്തിൽ പരുമലയിലേക്ക് എത്ര ബുദ്ധിമുട്ടായാലും നമ്മൾ പോകും. അവിടെ ആ കബറിനുള്ളിൽ എന്താണ് ഇരിക്കുന്നത്, ആ ആളുകളെ ആകർഷിക്കത്തക്കവണ്ണം എന്ത് ചൈതന്യമാണ് പരുമല തിരുമേനി ഈ നൂറ്റാണ്ടുകളിലും ശോഷിച്ചു പോകാതെ ദൈവത്തിൽ നിന്ന് മനുഷ്യനാണ്, നമ്മളെപ്പോലെ ജീവിച്ച വ്യക്തിയാണ്. പക്ഷേ ആ ദൈവകൃപ കൊണ്ട് നിറഞ്ഞ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രഭയ്ക്ക് മങ്ങലേൽക്കാതെ നിൽക്കുന്നത് ആ സഭയിലുള്ള വിശുദ്ധിയാണ്. നമുക്കതിനുള്ള സാധ്യതയുണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നില്ലെന്നുള്ളൂ. അതുകൊണ്ട് സഭ വിശുദ്ധമായി തീരുവാൻ തക്കവണ്ണം ഈ ആഘോഷങ്ങൾ നമ്മെ സഹായിക്കണം. അതുകൊണ്ട് കാതോലികവും അപ്പോസ്തോലികവും ഏകവും വിശുദ്ധമായ സഭയിൽ അതിൻ്റെ കാലാകാലങ്ങളിൽ അതിന് ഭംഗി, നല്ല ദേവാലയമൊക്കെ ഭംഗിയാക്കി. നിങ്ങളെല്ലാവരും ഇന്ന് നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ചാണ് വന്നിരിക്കുന്നത്. ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുവാൻ തക്കവണ്ണം അത് ബാഹ്യമാകാതെ ആന്തരികമായ വിശുദ്ധിയോടുകൂടി ഈ ആഘോഷം നിർവഹിക്കുമ്പോഴാണ് ആദ്യകാലത്ത് കഷ്ടപ്പെട്ട് ഇവിടെ ഒരു ആരാധന നടത്തുവാനായി ആഗ്രഹിച്ച ആ പിതാക്കന്മാർ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അതിനെ പാലിക്കുന്നുവെന്ന് അവർ സന്തോഷിപ്പാൻ തക്കവണ്ണം ഈ ആഘോഷം നമുക്കെല്ലാവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭ വിശുദ്ധമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ഭവനങ്ങൾ, വ്യക്തിപരമായ ജീവിതത്തിൽ ആ വിശുദ്ധി സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ അതിന് സമൃദ്ധിയായി നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം